നെക്സ്റ്റ് സെക്ഷൻ 2.2 പ്ലെയിൻ കർവ്സ്. നമ്മൾ ഓൾറെഡി ആറിലുള്ള കേവ്സിൻ്റെ കർവേച്ചർ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കത് R2ലെ കേസിൽ, അതായത് പ്ലെയിൻ കർവ്സിൻ്റെ കേസിൽ ആ ഒരു ഡെഫിനിഷനെ ഒന്നും കൂടി റീഫൈൻമെൻറ്റ് നടത്തി അതിനൊരു ജോമെട്രിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ നൽകാവുന്നതാണ്. സോ നമുക്കിനി R2ലുള്ള കേവ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം, അതായത് പ്ലെയിൻ കർവ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അതിൻ്റെ കർവേച്ചർ ഒന്നും കൂടി നമ്മൾ മോഡിഫൈ ചെയ്ത് ഡിഫൈൻ ചെയ്യുന്നു. ആദ്യം യൂണിറ്റ് കേവ്സിൻ്റെ കർവേച്ചർ ഡിഫൈൻ ചെയ്യുന്നു, അതിനുശേഷം ജനറൽ കേസും പറയുന്നുണ്ട്. സപ്പോസ് ദാറ്റ് ഗാമ ഓഫ് എസ് ഈസ് എ യൂണിറ്റ് സ്പീഡ് കർവ് ഇൻ R2. അവിടെ യൂണിറ്റ് സ്പീഡ് ആയതുകൊണ്ട് അതിൻ്റെ പാരാമീറ്റർ ടിക്ക് പകരം എസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. യൂണിറ്റ് സ്പീഡാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു പാരാമീറ്റർ എസ് എന്ന് കൊടുത്തിട്ടുള്ളത്. നമ്മൾ സാധാരണ യൂസ് ചെയ്യാറ് പാരാമീറ്റർ ടി ആണ്, അതിന് പകരം പാരാമീറ്റർ എസ് ആണ്. ഗാമ എന്നുള്ളത് യൂണിറ്റ് സ്പീഡ് കർവ് ആണ്. ദെൻ ഗാമ ഡോട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡി ഗാമ ബൈ ഡി എസ് ആണ്, അതായത് ഡി ബൈ ഡി എസിനെയാണ് ഡോട്ട് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ലെറ്റ് വെക്റ്റർ ടി ഈക്വൽ ടു ഗാമ ഡോട്ട്, അതായത് ഗാമയുടെ ടാൻജൻറ്റ് വെക്റ്ററിനെ ടി എന്ന് ഡിനോട്ട് ചെയ്യുന്നു. അത് R2ലുള്ള ഒരു വെക്റ്ററാണ് ടി, പാരാമീറ്റർ ടി അല്ല, അത് ഒരു വെക്റ്ററാണ്. ദെൻ ടി എന്നുള്ളത് R2ലുള്ള ഒരു യൂണിറ്റ് വെക്റ്റർ ആയിരിക്കും, കാരണം ഗാമ എന്നുള്ളത് യൂണിറ്റ് സ്പീഡ് കർവ് ആണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ടാൻജൻറ്റ് വെക്റ്റർ യൂണിറ്റ് വെക്റ്റർ ആയിരിക്കും. ദെൻ വെക്റ്റർ ടിയോട് പെർപെൻഡിക്കുലർ ആയിട്ട് രണ്ട് യൂണിറ്റ് വെക്റ്റേഴ്സ് ഉണ്ട്. വെക്റ്റർ ടീനെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ π/2 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യിപ്പിച്ചാൽ നമുക്കൊരു യൂണിറ്റ് വെക്റ്റർ കിട്ടും ടിയോട് പെർപെൻഡിക്കുലർ ആയിട്ട്. അതുപോലെ തന്നെ വെക്റ്റർ ടീനെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ π/2 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യിപ്പിച്ചാൽ വെക്റ്റർ ടിയോട് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള അനദർ യൂണിറ്റ് വെക്റ്റർ നമുക്ക് കിട്ടും. ടി എന്നുള്ള യൂണിറ്റ് വെക്റ്റർ ആയതുകൊണ്ട് അതിനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന വെക്റ്ററും യൂണിറ്റ് വെക്റ്റർ തന്നെയായിരിക്കും. സോ നമുക്ക് രണ്ട് പോസിബിലിറ്റീസും ഉണ്ട്. വെക്റ്റർ ടിയോട് പെർപെൻഡിക്കുലർ ആയിട്ട് രണ്ട് യൂണിറ്റ് വെക്റ്റേഴ്സും ഉണ്ട് R2 പ്ലെയിനിൽ. ദെൻ ഗാമ എന്നുള്ള കർവിൻ്റെ സൈൻഡ് നോർമൽ എന്നുള്ളത് നമ്മൾ ആദ്യം പറഞ്ഞ, അതായത് വെക്റ്റർ ടീനെ π/2 ഡിഗ്രി ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന വെക്റ്റർ, അതിനെയാണ് സൈൻഡ് നോർമൽ ഓഫ് ഗാമ എന്ന് വിളിക്കുന്നത്. അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് NS എന്നാണ്. ദെൻ പ്രൊപ്പോസിഷൻ 1.2.4ൽ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇഫ് n ഈസ് എ യൂണിറ്റ് വെക്റ്റർ ദെൻ n ഡോട്ട് ഈസ് പെർപെൻഡിക്കുലർ ടു n. ഇവിടെ ടി എന്നുള്ളത് ഒരു യൂണിറ്റ് വെക്റ്റർ ആണ്. സോ ടി ഡോട്ട് ഈസ് പെർപെൻഡിക്കുലർ ടു ടി. ടി ഡോട്ട് എന്നുള്ളത് ഗാമ ഡബിൾ ഡോട്ട് ആണ്, അതായത് ഡി സ്ക്വയർ ഗാമ ബൈ ഡി എസ് സ്ക്വയർ ആണ്. സോ ഗാമ ഡബിൾ ഡോട്ട് ഈസ് പെർപെൻഡിക്കുലർ ടു ടി. ദെൻ NS എന്നുള്ളത് ടിയോട് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് ഗാമ ഡബിൾ ഡോട്ട് എന്നുള്ളത് NSനോട് പാരലൽ ആയിരിക്കും, കാരണം ഗാമ ഡബിൾ ഡോട്ട് ടിയോട് പെർപെൻഡിക്കുലർ ആണ്. അതുപോലെ ടി എന്നുള്ളത് NSനോട് പെർപെൻഡിക്കുലർ ആണ്, നോർമൽ വെക്റ്റർ ആണ് അത്. സോ ഗാമ ഡബിൾ ഡോട്ട് എന്നുള്ളത് NSനോട് പാരലൽ ആയിരിക്കും. രണ്ട് വെക്റ്റേഴ്സ് പാരലൽ ആണെങ്കിൽ ഒന്നിനെ മറ്റൊന്നിൻ്റെ സ്കേലാർ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാൻ സാധിക്കും. ഇവിടെ ഗാമ ഡബിൾ ഡോട്ട് എന്നുള്ളത് NSനോട് പാരലൽ ആണ്. സോ ദെയർ ഈസ് എ സ്കേലാർ കാപ്പ എസ് സച്ച് ദാറ്റ് ഗാമ ഡബിൾ ഡോട്ട് ഈക്വൽ ടു കാപ്പ എസ് ഇൻറ്റു NS. ഈ ഒരു സ്കേലാർ കാപ്പ എസിനെയാണ് സൈൻഡ് കർവേച്ചർ ഓഫ് ഗാമ എന്ന് വിളിക്കുന്നത്. ഇത് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം, അതല്ലെങ്കിൽ 0 ആയിരിക്കാം. നമ്മൾ ഓൾറെഡി ജനറൽ കേസിൽ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇഫ് ഗാമ ഈസ് എ യൂണിറ്റ് കർവ് ഇറ്റ്സ് കർവേച്ചർ കാപ്പ ഈക്വൽ ടു നോം ഓഫ് ഗാമ ഡബിൾ ഡോട്ട്. ഇവിടെ ഗാമ ഡബിൾ ഡോട്ട് എന്നുള്ളത് കാപ്പ എസ് ഇൻറ്റു NS ആണ്. സോ കർവേച്ചർ കാപ്പ ഈക്വൽ ടു നോം ഓഫ് ഗാമ ഡബിൾ ഡോട്ട് ഈക്വൽ ടു നോം ഓഫ് കാപ്പ എസ് ഇൻറ്റു NS വിച്ച് ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് കാപ്പ എസ് ഇൻറ്റു നോം ഓഫ് NS. NS എന്നുള്ള യൂണിറ്റ് വെക്റ്റർ ആയതുകൊണ്ട് നോം ഓഫ് NS എന്നുള്ളത് 1 ആയിരിക്കും. അതിൽ നിന്നും കർവേച്ചർ കാപ്പ ഈക്വൽ ടു മോഡുലസ് ഓഫ് കാപ്പ എസ്. സോ ഗാമ എന്നുള്ള കർവിൻ്റെ കർവേച്ചർ വരുന്നത് അതിൻ്റെ സൈൻഡ് കർവേച്ചറിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ ആണ്. സോ നമ്മൾ കർവേച്ചറിനെ മറ്റൊരു തരത്തിൽ ഇവിടെ ഡിഫൈൻ ചെയ്തു, റീഡിഫൈൻ ചെയ്തു. കർവേച്ചർ കാപ്പ ഈക്വൽ ടു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് സൈൻഡ് കർവേച്ചർ. ഗാമ എന്നുള്ളത് സ്ട്രേറ്റ് ലൈനോ അതല്ലെങ്കിൽ സ്ട്രേറ്റ് ലൈൻ്റെ പാർട്ടോ ആണെങ്കിൽ അതിൻ്റെ സൈൻഡ് കർവേച്ചർ കാപ്പ എസ് എന്നുള്ളത് 0 ആയിരിക്കും. ആ ഒരു കേസിൽ ആ കർവിൻ്റെ കർവേച്ചർ 0 എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ കർവേച്ചർ 0 വരാത്ത കേസിൽ അതിൻ്റെ സൈൻഡ് കർവേച്ചറിൻ്റെ സൈൻ എങ്ങനെയാണ് വരുന്നത് എന്ന് താഴെ ഡയഗ്രത്തിൽ തന്നിട്ടുണ്ട്, അത് നമുക്ക് നോക്കാം. ഇവിടെ കേവ്സിലുള്ള ഏരോസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഗാമ എന്നുള്ള കേവ്സിലെ പോയിൻറ്റ്സ് മൂവ് ചെയ്യുന്ന ഡയറക്ഷനാണ്. ദെൻ ആ ഒരു കേവ് കോൺകേവ് അപ്പ് ആവുന്ന പോയിൻറ്റ്സിലാണ് അതിൻ്റെ സൈൻഡ് കർവേച്ചർ പോസിറ്റീവ് ആയിരിക്കുന്നത്. അതുപോലെ ആ കേവിലെ പോയിൻറ്റ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് കേവ് കോൺകേവ് ഡൗൺ ആകുന്ന സിറ്റുവേഷൻസിലാണ് അതിൻ്റെ സൈൻഡ് കർവേച്ചർ നെഗറ്റീവ് ആയിരിക്കുന്നത്. ഈ ഡയഗ്രത്തിൽ മിഡിൽ ഡയഗ്രത്തിലാണ് കർവേച്ചർ നെഗറ്റീവ് ആകുന്നത്. ആ രണ്ട് ഡയഗ്രത്തിലും കറസ്പോണ്ടിങ് ആയിട്ട് ചൂസ് ചെയ്ത പോയിന്റിൽ ആ കേവ് കോൺകേവ് ഡൗൺ ആണ്. അതുപോലെ കർവേച്ചർ സൈൻഡ് കർവേച്ചർ ഗ്രേറ്റർ ദാൻ 0 വരുന്നത്, പോസിറ്റീവ് വരുന്നത്
കോൺകേവ് അപ്പ് ആകുന്ന പോയിൻറ്റ്സിലാണ് അതിലെ ഫസ്റ്റ് ഡയഗ്രത്തിലും ഫോർത്ത് ഡയഗ്രത്തിലും ചൂസ് ചെയ്ത പോയിൻറ്റ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ആ കേവ് കോൺകേവ് അപ്പാണ്. കോൺകേവ് അപ്പ് ആകുന്ന സിറ്റുവേഷൻസിലാണ് അതിൻ്റെ സൈൻഡ് കർവേച്ചർ പോസിറ്റീവ് ആകുന്നത്. കോൺകേവ് ഡൗൺ ആകുന്ന സിറ്റുവേഷൻസിലാണ് സൈൻഡ് കർവേച്ചർ നെഗറ്റീവ് വരുന്നത്. ഇത് നമ്മൾ സൈൻഡ് യൂണിറ്റ് നോർമലും സൈൻഡ് കർവേച്ചറും ഡിഫൈൻ ചെയ്തത് യൂണിറ്റ് സ്പീഡ് കേവ്സിലാണ്. ഇനി ജനറലായിട്ട് R2-ലുള്ള റെഗുലർ കേവ്, അതായത് റെഗുലർ ആയിട്ടുള്ള പ്ലെയിൻ കേവ്സിന് സൈൻഡ് യൂണിറ്റ് നോർമലും സൈൻഡ് കർവേച്ചറും നമുക്ക് ഡിഫൈൻ ചെയ്യാം. സോ ഗാമ ഓഫ് ടി എന്നുള്ളത് റെഗുലർ ആയിട്ടുള്ള ഒരു പ്ലെയിൻ കേവ്, യൂണിറ്റ് സ്പീഡ് ആവണമെന്ന് നിർബന്ധമില്ല. ദെൻ ഗാമ എന്നുള്ള കേവിൻ്റെ യൂണിറ്റ് ടാൻജൻറ്റ് വെക്റ്റർ ടിയും സൈൻഡ് യൂണിറ്റ് നോർമൽ എൽനെസ്സും സൈൻഡ് കർവേച്ചർ കാപ്പ എസും ഡിഫൈൻ ചെയ്യുന്നത് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് റെഗുലർ കേവ് ആയതുകൊണ്ട് അതിനൊരു യൂണിറ്റ് സ്പീഡ് റീപാരാമീറ്ററൈസേഷൻ ഗാമ ടിൽഡ എക്സിസ്റ്റിയും അതിൻ്റെ യൂണിറ്റ് സ്പീഡ് റീപാരാമീറ്ററൈസേഷൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടാൻജൻറ്റ് വെക്റ്റർ ടിയും സൈൻഡ് യൂണിറ്റ് നോർമൽ എൻ എസും സൈൻഡ് കർവേച്ചർ കാപ്പ എസും ആയിരിക്കും ഗാമ എന്നുള്ള റെഗുലർ കേവിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ ഒരു ടേംസ്. സോ ഗാമ എന്നുള്ള കേവ്സിനെ ഈ ഒരു 3 ടേംസും ഡിഫൈൻ ചെയ്യുന്നത് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് റെഗുലർ കേവ് ആയതുകൊണ്ട് അതിനൊരു യൂണിറ്റ് സ്പീഡ് റീപാരാമീറ്ററൈസേഷൻ ഗാമ ടിൽഡ എക്സിസ്റ്റ് ചെയ്യും. ദെൻ ഗാമ ടിൽഡയുടെ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഓൾറെഡി ഗാമ ടിൽഡ യൂണിറ്റ് സ്പീഡ് കേവ് ആയതുകൊണ്ട് നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്ത എല്ലാ കാര്യങ്ങളും ഗാമ ടിൽഡയ്ക്ക് ഡിഫൈൻഡ് ആണ്. അത് യൂസ് ചെയ്ത് ഗാമ ടിൽഡയുടെ യൂണിറ്റ് ടാൻജൻറ്റ് വെക്റ്റർ ടിയും സൈൻഡ് യൂണിറ്റ് നോർമൽ എൻ എസും സൈൻഡ് കർവേച്ചർ കാപ്പ എസും ഡിഫൈൻ ചെയ്യുന്നു. അതുതന്നെയായിരിക്കും ഗാമ എന്നുള്ള കേവിൻ്റെ യൂണിറ്റ് ടാൻജൻറ്റ് വെക്റ്റർ, സൈൻഡ് യൂണിറ്റ് നോർമൽ ആൻഡ് സൈൻഡ് കർവേച്ചർ. ദെൻ എസ് എന്നുള്ളത് ഗാമ എന്നുള്ള കേവിൻ്റെ ആർക്ക് ലെങ്ത് ഫംഗ്ഷൻ ആണെങ്കിൽ കൊറോളറി 1.3.7ൽ നിന്നും u ഈക്വൽ ടു +or-s+c എന്ന് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഗാമ ടിൽഡ ഓഫ് u പ്ലസ് ടി ഈക്വൽ ടു ഗാമ ഓഫ് ടി, ഒരു കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്ന വിധത്തിലുള്ള പാരാമീറ്ററൈസ്ഡ് കേവ് ഗാമ ടിൽഡ എന്നുള്ളത് ഗാമയുടെ ഒരു യൂണിറ്റ് സ്പീഡ് റീപാരാമീറ്ററൈസേഷൻ ആയിരിക്കും. ദെൻ ഗാമ ടിൽഡ എന്നുള്ളത് ഗാമയുടെ ഒരു റീപാരാമീറ്ററൈസേഷൻ ആയതുകൊണ്ട് ഗാമ ടിൽഡ ഓഫ് എസ് ഈക്വൽ ടു ഗാമ ഫൈ ഓഫ് എസ് എന്ന് വരുന്ന വിധത്തിൽ ഒരു സ്മൂത്ത് ബൈജക്റ്റീവ് മാപ്പ് ഗാമ ടിൽഡയുടെ ഡൊമൈനിൽ നിന്നും ഗാമയുടെ ഡൊമൈനിലേക്ക് എക്സിസ്റ്റ് ചെയ്യും. അതുകൊണ്ട് ഗാമ ടിൽഡ ഓഫ് എസിനെ നമുക്ക് ഗാമ ഓഫ് ഫൈ ഓഫ് എസ് ഈ ഒരു ഫോമിൽ ട്രീറ്റ് ചെയ്യാവുന്നതാണ്. സോ ഗാമ എന്നുള്ള കേവിൻ്റെ ഒരു യൂണിറ്റ് സ്പീഡ് റീപാരാമീറ്ററൈസേഷൻ ആണ് ഗാമ ഓഫ് ഫൈ ഓഫ് എസ്, വെർ ഫൈ ഈസ് എ സ്മൂത്ത് ഫംഗ്ഷൻ ഓഫ് എസ്. ദെൻ ഗാമ എന്നുള്ള കേവിൻ്റെ യൂണിറ്റ് ടാൻജൻറ്റ് വെക്റ്റർ ടി എന്നുള്ളത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു യൂണിറ്റ് സ്പീഡ് റീപാരാമീറ്ററൈസേഷൻ്റെ യൂണിറ്റ് ടാൻജൻറ്റ് വെക്റ്റർ ടി ആണ്. സോ ഗാമ ഓഫ് ഫൈ ഓഫ് എസ് എന്നുള്ളത് ഗാമയുടെ ഒരു യൂണിറ്റ് സ്പീഡ് റീപാരാമീറ്ററൈസേഷൻ ആയതുകൊണ്ട് ഗാമ ഓഫ് ഫൈ ഓഫ് എസിൻ്റെ യൂണിറ്റ് ടാൻജൻറ്റ് വെക്റ്റർ ആയിരിക്കും ഗാമ എന്നുള്ള പാരാമീറ്ററൈസ്ഡ് കേവിൻ്റെ യൂണിറ്റ് ടാൻജൻറ്റ് വെക്റ്ററും. സോ ഗാമ ഓഫ് ഫൈ ഓഫ് എസിനെ വിത്ത് റെസ്പെക്ട് ടു എസ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ടി ഈക്വൽ ടു ഡി ഗാമ ബൈ ഡി ടി ഇൻറ്റു ഡി ടി ബൈ ഡി എസ് വിച്ച് ഇസ് ഈക്വൽ ടു ഡി ഗാമ ബൈ ഡി ടി ഡിവൈഡഡ് ബൈ ഡി എസ് ബൈ ഡി ടി. ഡി എസ് ബൈ ഡി ടി എന്നുള്ളത് നോം ഓഫ് ഡി ഗാമ ബൈ ഡി ടി ആയതുകൊണ്ട് വിച്ച് ഇസ് ഈക്വൽ ടു ഡി ഗാമ ബൈ ഡി ടി ഡിവൈഡഡ് ബൈ നോം ഓഫ് ഡി ഗാമ ബൈ ഡി ടി. അതാണ് ഗാമ എന്നുള്ള പാരാമീറ്ററൈസ്ഡ് കേവിൻ്റെ, ഗാമ എന്നുള്ള റെഗുലർ ആയിട്ടുള്ള ഒരു എനി കേവ് യൂണിറ്റ് സ്പീഡ് കേവ് ആവണമെന്ന് നിർബന്ധമില്ല. അതിൻ്റെ യൂണിറ്റ് ടാൻജൻറ്റ് വെക്റ്റർ ടി ഈക്വൽ ടു ഡി ഗാമ ബൈ ഡി ടി ഡിവൈഡഡ് ബൈ നോം ഓഫ് ഡി ഗാമ ബൈ ഡി ടി. ദെൻ ഗാമ എന്നുള്ള കേവിൻ്റെ സൈൻഡ് യൂണിറ്റ് നോർമൽ എൻ എസ് കണ്ടുപിടിക്കാൻ ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച യൂണിറ്റ് ടാൻജൻറ്റ് വെക്റ്റർ ടീനെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ π/2 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യിപ്പിച്ചാൽ മതി. അപ്പോൾ കിട്ടുന്ന യൂണിറ്റ് വെക്റ്റർ ആയിരിക്കും അതിൻ്റെ സൈൻഡ് യൂണിറ്റ് നോർമൽ എൻ എസ്. നമ്മൾ ഓൾറെഡി യൂണിറ്റ് സ്പീഡ് കേവിൻ്റെ കേസിൽ സൈൻഡ് കർവേച്ചർ കാപ്പ എസ് ഡിനോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഗാമ എന്നുള്ളത് റെഗുലർ കേവിൻ്റെ സൈൻഡ് കർവേച്ചർ കാപ്പ എസ് എന്നുള്ളത് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള യൂണിറ്റ് സ്പീഡ് റീപാരാമീറ്ററൈസേഷൻ്റെ സൈൻഡ് കർവേച്ചർ കാപ്പ എസ് ആണ്. ഗാമ എന്നുള്ള കേവിൻ്റെ ഒരു യൂണിറ്റ് സ്പീഡ് റീപാരാമീറ്ററൈസേഷൻ ആണ് ഗാമ ഫൈ ഓഫ് എസ് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഓൾറെഡി യൂണിറ്റ് സ്പീഡ് കേവിൻ്റെ കാര്യത്തിൽ ഡിഫൈൻ ചെയ്തതുപോലെ ദർ ഈസ് എ സ്കേലാർ കാപ്പ എസ് സച്ച് ദാറ്റ് ഗാമ ഡബിൾ ഡോട്ട് ഓഫ് ഫൈ ഓഫ് എസ് ഈക്വൽ ടു കാപ്പ എസ് ഇൻറ്റു എൻ എസ്. ആ കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടിയിട്ടുള്ള സ്കേലാർ കാപ്പ എസ് ആയിരിക്കും ഗാമ എന്നുള്ള കേവിൻ്റെ സൈൻഡ് കർവേച്ചർ കാപ്പ എസ്. ദെൻ ഡെറിവേറ്റീവ് ഓഫ് ടി വിത്ത് റെസ്പെക്ട് ടു ടി എന്നുള്ളത് യൂണിറ്റ് ടാൻജൻറ്റ് വെക്റ്റർ ആണ്. സോ യൂണിറ്റ് ടാൻജൻറ്റ് വെക്റ്ററിനെ വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ഡി ടി ബൈ ഡി ടി ഈക്വൽ ടു ഡി ടി ബൈ ഡി എസ് ഇൻറ്റു ഡി എസ് ബൈ ഡി ടി. ഡി എസ് ബൈ ഡി ടി എന്നുള്ളത് നോം ഓഫ് ഡി ഗാമ ബൈ ഡി ടി, അതുപോലെ ഡി ടി ബൈ ഡി എസ് അതാണ് ഗാമ ഡബിൾ ഡോട്ട് ഓഫ് ഫൈ ഓഫ് എസ് വിച്ച് ഇസ് ഈക്വൽ ടു കാപ്പ എസ് ഇൻറ്റു എൻ എസ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഡി ടി ബൈ ഡി ടി ഈക്വൽ ടു
kappa s into ns into norm of d gamma by dt, which is equal to kappa s into norm of d gamma by dt into ns. Then dt by dt അതായത് ഡെറിവേറ്റീവ് ഓഫ് ദി യൂണിറ്റ് ടാൻജൻറ്റ് വെക്റ്റർ ടി വിത്ത് റെസ്പെക്ട് ടു ടി എന്നുള്ളത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ടി വിത്ത് റെസ്പെക്ട് ടു ടി ആണ്. അതായത് ടി ഇൻക്രീസ് ചെയ്യുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് യൂണിറ്റ് ടാൻജൻറ്റ് വെക്റ്റർ റൊട്ടേറ്റ് ചെയ്യുന്ന റേറ്റ് ഓഫ് ചേഞ്ച് ആണ് ഡി ടി ബൈ ഡി ടി. സോ ഡി ടി ബൈ ഡി ടി ഈക്വൽ ടു കാപ്പ എസ് ഇൻറ്റു എൻ എസ് ഇൻറ്റു നോം ഓഫ് ഡി ഗാമ ബൈ ഡി ടി. ഇതിൽ നിന്നും സൈൻഡ് കർവേച്ചർ കാപ്പ എസിന് യൂണിറ്റ് ടാൻജൻറ്റ് വെക്റ്റർ ടി റൊട്ടേറ്റ് ചെയ്യുന്ന റേറ്റ് യൂസ് ചെയ്ത് ഒരു ജോമെട്രിക് ഇൻ്റർപ്രിറ്റേഷൻ കൊടുക്കാവുന്നതാണ്. ദെൻ ഗാമ എന്നുള്ളത് യൂണിറ്റ് സ്പീഡ് കർവ് ആണെങ്കിൽ ഗാമ ഡോട്ട് ഓഫ് എസ് എന്നുള്ള യൂണിറ്റ് വെക്റ്റേഴ്സ് ആയിരിക്കും. ദെൻ എല്ലാതും ഒറിജിനിലുള്ള വെക്റ്റേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, അതായത് എല്ലാം 0 0 എന്നുള്ള പോയിന്റിൽ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ എല്ലാ വെക്റ്റേഴ്സിനെയും നമുക്ക് യൂണിറ്റ് സർക്കിളിലെ പോയിൻറ്റ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യാവുന്നതാണ്. ദെൻ യൂണിറ്റ് സർക്കിളിലെ എല്ലാ പോയിൻറ്റ്സിനെയും നമുക്ക് കോസ് ടി കോമ സൈൻ ടി ഈ ഒരു ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് കൊണ്ട് ഗാമ ഡോട്ട് ഓഫ് എസ്സിനെ നമുക്ക് ഫൈ ഓഫ് എസ് എന്നുള്ളൊരു ആംഗിൾ യൂസ് ചെയ്ത് മെഷർ ചെയ്യാവുന്നതാണ്. സച്ച് ദാറ്റ് ഗാമ ഡോട്ട് ഓഫ് എസ് ഈക്വൽ ടു കോസ് ഓഫ് ഫൈ ഓഫ് എസ് കോമ സൈൻ ഓഫ് ഫൈ ഓഫ് എസ്. ഈ ആംഗിൾ ഫൈ ഓഫ് എസ് യുണീക്ക് ആയിരിക്കുകയില്ല. നമ്മൾ ചൂസ് ചെയ്ത ഫൈ ഓഫ് എസിൻ്റെ കൂടെ 2πയുടെ ഏതെങ്കിലും ഒരു ഇൻറ്റിജർ മൾട്ടിപ്പിൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന കറസ്പോണ്ടിങ് ആംഗിൾസും ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അതായത് ഗാമ ഡോട്ട് ഓഫ് എസ് ഈക്വൽ ടു കോസ് ഓഫ് ഫൈ ഓഫ് എസ് കോമ സൈൻ ഓഫ് ഫൈ ഓഫ് എസ് ഈ ഒരു കണ്ടീഷൻ ഹോൾഡ് ചെയ്യും. അതുകൊണ്ട് ഫൈ ഓഫ് എസ് എന്നുള്ള ആംഗിൾ യുണീക്ക് ആയിരിക്കുകയില്ല.